വിദേശികൾക്കുള്ള വൈദ്യപരിശോധനാ സംവിധാനം കൂടുതൽ കർശനമാക്കാൻ കുവൈറ്റ് സർക്കാർ ഒരുങ്ങുന്നു. ഗാർഹിക വിസയിലുള്ളവർക്ക് നാട്ടിൽ പോയി വരുമ്പോൾ നിർബന്ധമാക്കിയിട്ടുള്ള വൈദ്യപരിശോധന തൊഴിൽ വിസയിലുള്ളവർക്കും ബാധകമാക്കാനാണ് നീക്കം. ഇന്ത്യ അടക്കം 30 രാജ്യങ്ങളിലുള്ളവർക്ക് നാട്ടിൽ പോയി വന്നാൽ പിന്നീട് ഇഖാമ പുതുക്കുന്ന സമയത്ത് വൈദ്യപരിശോധന നിർബന്ധമാകും. രാജ്യത്ത് പകർച്ചവ്യാധികൾ പടരുന്നത് വിദേശികളിലൂടെയാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പരിഷ്കാരം. കുവൈത്തിൽ ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഫീസ് വർദ്ധിപ്പിക്കാൻ നീക്കം. ഇതിലേക്കുള്ള ആദ്യപടിയായി വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ നായിഫ് അൽ ഹജ്റഫുമായി കൂടിക്കാഴ്ച നടത്താൻ രാജ്യത്തെ അറബ് ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിദ്യാലയങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ചു. നിലവിലുള്ള മാനദണ്ഡമനുസരിച്ച് സ്വകാര്യ സ്കൂളുകൾക്ക് വർഷത്തിൽ 3% വരെ ഫീസ് വർധന നടപ്പാക്കാൻ അനുമതിയുണ്ട്. ഇത് വളരെ കുറവാണ് എന്നതിനാൽ കൂടുതൽ വർധനയ്ക്ക് അനുമതി നൽകണമെന്നാണ് സ്കൂൾ ഉടമകൾ ആവശ്യപ്പെടുന്നത്. നിലവിലുള്ള ഫീസ് വർധന അപര്യാപ്തമാണെന്ന പരാതിയും ഇവർക്കുണ്ട്. വർഷത്തിൽ പരമാവധി 3% ഫീസ് വർധന എന്ന മാർഗനിർദ്ദേശത്തിന്റെ കാലാവധി ഈ അധ്യയന വർഷത്തിന്റെ അവസാനം തീരുന്നതോടെ അതിലും കൂടുതൽ വർധനയ്ക്ക് അനുമതി നൽകണമെന്ന ആവശ്യവും സ്കൂൾ ഉടമകൾ ഉന്നയിക്കും. 2009 മന്ത്രാലയം പുറപ്പെടുവിച്ച 5 വർഷത്തേക്കുള്ള മാർഗനിർദ്ദേശം അനുസരിച്ചാണ് നിലവിൽ സ്വകാര്യ സ്കൂളുകൾ വർഷം തോറും ഫീസ് നിശ്ചയിക്കേണ്ടത്. വൻവർധനയ്ക്കുള്ള അനുമതിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയാണ് സ്കൂൾ ഉടമകളുടെ തന്ത്രം. അതിനിടെ രാജ്യത്തെ സ്വകാര്യ സ്കൂളിലെ ഫീസ് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക നിയമം നിർമ്മിക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. നിലവിൽ സ്വകാര്യ സ്കൂളുകൾ നിയന്ത്രണമില്ലാതെ ഫീസ് വർദ്ധിപ്പിക്കുന്നുവെന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് സർക്കാർ നിയമനിർമ്മാണത്തിന് മുതിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ രൂപരേഖയൊന്നുമായിട്ടില്ല എന്നാണ് സൂചന. മീഡിയ 1 കുവൈത്ത്. അറബ് ലോകത്ത് പൗരാവകാശ സംരക്ഷണ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാജ്യമെന്ന പദവി ഇനി UAEക്ക് സ്വന്തം. ആഗോള മനുഷ്യാവകാശ പദവി സൂചിക തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. സിറിയ ഉൾപ്പെടെ അറബ് ലോകത്തെ മിക്ക രാജ്യങ്ങളും പൗരാവകാശ സംരക്ഷണ വിഷയത്തിൽ ഏറെ പിന്നോക്കമാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. മൊത്തം 216 രാജ്യങ്ങളെ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ചെറുക്കാൻ UAE ആവിഷ്കരിച്ച ചെറുതും വലുതുമായ നടപടികൾ ഏറെ ശ്രദ്ധേയമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അബുദാബി സിറ്റിയോട് ചേർന്ന് പുതുതായി നിർമ്മിച്ചെടുത്ത നഗരമായ ഖലീഫ സിറ്റി എയിൽ പ്രദേശവാസികളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ച് വൻ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അബുദാബി മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു. 100 കണക്കിന് മലയാളി കുടുംബങ്ങൾ കൂടി താമസിക്കുന്ന ഖലീഫ സിറ്റി എയിൽ നിലവിലെ പോരായ്മകളും നവീകരണ നിർദ്ദേശങ്ങളും പരിശോധിച്ച മുനിസിപ്പാലിറ്റി അധികൃതർ നവീന വികസന പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ദുബൈയിൽ അബുദാബിക്ക് തുല്യമായി വാടക ഉയരുന്നതായി പ്രമുഖ പ്രോപ്പർട്ടി പോർട്ടലായ പ്രോപ്പർട്ടി ഫൈൻഡറിന്റെ സർവേ. കഴിഞ്ഞ ചില മാസങ്ങളിലെ വാടക പ്രവണത മുൻനിർത്തിയാണ് നിഗമനം. ഗുണമേന്മയുള്ള കെട്ടിടങ്ങൾ വർദ്ധിച്ചതും വാടക ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇടക്കാലത്ത് തിരിച്ചടിയേറ്റ ദുബൈ റിയൽ എസ്റ്റേറ്റ് വിപണിയിലും ഇപ്പോൾ കുതിപ്പിന്റെ സൂചന പ്രകടമാണ്. കഴിഞ്ഞ ദിവസം സമാപിച്ച സിറ്റി സ്കേറ്റ് മേളയ്ക്ക് ലഭിച്ച വർദ്ധിച്ച സ്വീകാര്യത ഇതിന്റെ തെളിവായി വിലയിരുത്തപ്പെടുന്നു. ആധുനിക അടിമത്ത സമ്പ്രദായം നിർത്തലാക്കുന്നതിൽ ഖത്തർ ഏറെ മുന്നോട്ടു പോയതായി പഠനം. വാക് ഫ്രീ ഫൗണ്ടേഷന്റെ ഏറ്റവും പുതിയ ആഗോള അടിമത്ത പട്ടികയിലാണ് ഇത് സംബന്ധിച്ച അറിയിപ്പുള്ളത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ ആധുനിക അടിമത്തത്തിന്റെ വ്യാപ്തി, ബാലവിവാഹം, മനുഷ്യക്കടത്ത് എന്നീ 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർവേ നടത്തിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന അടിമത്ത സമ്പ്രദായം പുതിയ രൂപത്തിൽ നിലനിൽക്കുന്നതായി പഠനം വ്യക്തമാക്കുന്നു. 162 രാജ്യങ്ങളിലായാണ് പഠനം സംഘടിപ്പിച്ചത്. ഖത്തർ ഇതിൽ 96ാം സ്ഥാനത്താണ്. ബഹ്റൈൻ, സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ ആധുനിക അടിമത്ത സമ്പ്രദായ പ്രവണത ഖത്തറിനേക്കാൾ കൂടുതലാണ്. കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ഗൾഫിൽ ഖത്തറിന്റെ മുന്നിലുള്ളത്. മിന രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും അധികം അടിമത്തം നിലനിൽക്കുന്നത് സുഡാനിലാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമവും നിർബന്ധിത വ്യഭിചാരവൃത്തിയും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കൂടുതലെന്ന് പഠനത്തിൽ പറയുന്നു. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, നൈജീരിയ, എത്യോപ്യ, റഷ്യ, മ്യാൻമാർ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് അടിമത്തം ഏറ്റവും അധികം നിലനിൽക്കുന്നതെന്ന് വാക് ഫൗണ്ടേഷന്റെ പുതിയ പട്ടിക വ്യക്തമാക്കുന്നു. റാങ്കിങ്ങിൽ 1ാമത് മൗറിത്താനിയയും അവസാനമുള്ളത് ഐസ്ലാൻഡുമാണ്. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. സൗദിയിൽ കൂറ്റൻ ബിൽഡിംഗ് മേള സംഘടിപ്പിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് 40 കമ്പനികൾ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. സൗദിയുടെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂറ്റൻ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അനന്തസാധ്യതകൾ തേടിയാണ് സൗദി ബിൽഡ് 2013 സംഘടിപ്പിക്കുന്നത്. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയും സാങ്കേതിക വിദ്യയുടെയും 25ാമത് രാജ്യാന്തര പ്രദർശനം നവംബർ 4-നാണ് ആരംഭിക്കുക. കിങ് അബ്ദുള്ള റോഡിലെ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങളിൽ നിന്ന് 100 കണക്കിന് സ്ഥാപനങ്ങൾ പങ്കെടുക്കും. നിർമ്മാണ മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകളും ഇതിനാവശ്യമായ ഉപകരണങ്ങളും പ്രദർശിപ്പിക്കുന്ന മേളയിൽ ഇന്ത്യയിൽ നിന്ന് 40ഓളം സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്ന് എംബസി അറിയിച്ചു. As you are aware, we had organized sector-wise events
first the agriculture was organized. Now we are working on two events. One is that on the infrastructure side, a 40-member delegation is coming from Delhi, from India, to attend the Build Saudi conference here. So we will use their presence to bring together again our team to put together a program to discuss more. ഇന്ത്യ സൗദി വ്യാപാര ബന്ധത്തിന് ഊർജം പകരാൻ പുതിയ അവസരങ്ങൾ ഫലം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. 2012-13 കാലഘട്ടത്തിൽ $43.19 ബില്യൺ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത്. ഇത് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന വ്യാപാര നിരക്കാണ്. ഇന്ത്യയുടെ 4ാമത്തെ വ്യാപാര പങ്കാളി കൂടിയായ സൗദിയിലെ നിർമ്മാണ മേഖലയിൽ ഇന്ത്യൻ വ്യവസായികൾക്ക് പുതിയ സാധ്യതകളാണ് തുറന്നുകിട്ടുന്നത്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. ഖത്തറിൽ ഒരാൾക്കു കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ഉന്നത ആരോഗ്യ സമിതി അറിയിച്ചു. ഇതോടെ ഖത്തറിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 6 ആയി. 61-കാരിയായ ഖത്തരി വനിതയ്ക്കാണ് കഴിഞ്ഞ ദിവസം വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് രോഗിയെന്നും ഇപ്പോൾ നില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഗൾഫിൽ 301 വേദികൾ പിന്നിട്ട മാപ്പിളപ്പാട്ട് ഗായകർ എരഞ്ഞോളി മൂസയെ മസ്കത്തിൽ ആദരിച്ചു. മെഹ്ഫിലെ ഈദ് എന്ന പേരിൽ റൂവിയിൽ നടന്ന പെരുന്നാൾ ആഘോഷ രാവിലാണ് ഇദ്ദേഹത്തെ ഉപഹാരം നൽകി ആദരിച്ചത്. എങ്ങനെയാണ് ഈ മനോഹര ഗാനങ്ങൾക്ക് താങ്കളോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഏതായാലും ഈ ഒരു ആരവം ഇത് താങ്കൾക്കുള്ള ഏറ്റവും വലിയ ബഹുമാനവും സ്നേഹവുമാണ്. മജാൻ ഇവന്റ്, സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻസ് എന്നിവ ചേർന്നാണ് റൂവി അൽഫലാജ് ഹോട്ടലിൽ മെഹ്ഫിലെ ഈദ് സംഘടിപ്പിച്ചത്. മജാൻ MD ഷെയ്ഖ് ഹലീൽ അഹമ്മദ് എരഞ്ഞോളി മൂസയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു. എരഞ്ഞോളി മൂസയ്ക്ക് പുറമെ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ താരങ്ങളായ അക്ബർ, ഹാരിസ് അഴീക്കോട്, പ്രിയ, മസ്കത്തിലെ ഗായിക കാർത്തിക മുരളി, റേഡിയോ അവതാരകൻ സുൽഫിക്കർ റെജി മണൽ എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച ഒപ്പന, മാന്ത്രികൻ റഫീഖ് ഷായുടെ മാജിക് പ്രകടനം എന്നിവ ശ്രദ്ധേയമായി. സർഗധാര കലാസാഹിത്യവേദിയുടെ ലോഗോയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മീഡിയ 1, മസ്കത്ത്. DRIയിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ പ്രേരണ മൂലമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫയാസിനെ സഹായിച്ചതെന്ന് അറസ്റ്റിലായ ഡെപ്യൂട്ടി കസ്റ്റംസ് കമ്മീഷണർ അനിൽകുമാർ മൊഴി നൽകി. DRI അഡീഷണൽ ഡയറക്ടർ ജനറൽ ജോൺ ജോസഫ് അനിൽകുമാറിന് അയച്ച ഫയാസിന്റെ യാത്രാവിവരമടങ്ങുന്ന SMS വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കി. ഇന്നലെ അറസ്റ്റ് ചെയ്ത അനിൽകുമാറിനെ 5 ദിവസത്തേക്ക് കോടതി CBI കസ്റ്റഡിയിൽ വിട്ടു. ഹജ്ജ് വിശേഷങ്ങൾ. Al Mubarak Hospital Hajj Special News brought to you by Al Mubarak Hospital. മലയാളി മാനേജ്മെന്റിലുള്ള റിയാദിലെ ആദ്യ ഹോസ്പിറ്റൽ മുബാറക് ഹോസ്പിറ്റൽ, വസീർ സ്ട്രീറ്റ്, മുറബ, റിയാദ്, സൗദി അറേബ്യ. ഇക്കൊല്ലത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തി. സൂര്യാസ്തമയത്തിന് മുമ്പായി 3 ജംറകളിലും 7 വീതം കല്ലുകൾ എറിഞ്ഞ് മസ്ജിദുൽ ഹറമിൽ വിടവാങ്ങൽ പ്രദക്ഷിണവും നടത്തിയാണ് ഹാജിമാർ ഹജ്ജ് കർമ്മങ്ങളിൽ നിന്ന് ഒഴിവായത്. രാവിലെ മുതൽ കല്ലേറ് നടത്തിയ ഹാജിമാർ വിടവാങ്ങൽ പ്രദർശനത്തിനായി മസ്ജിദുൽ ഹറമിലെത്തി ജുമാ നമസ്കാരത്തിൽ കൂടി പങ്കെടുത്താണ് മടങ്ങിയത്. തവാഫിനായി എത്തിയ ഹാജിമാരും അവരെ സന്ദർശിക്കാനെത്തിയ കുടുംബക്കാരും ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് ഹറം പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് വലിയ തിരക്കനുഭവപ്പെട്ടു. ഹറം പള്ളിക്ക് പുറമെ മക്കയിലെ വിവിധ പള്ളികളിലും ഇന്ന് ജുമാ നമസ്കാരത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. നിരക്ക് സൗദി റിയാൽ 16.56, UAE ദിർഹം 16.56, ബഹ്റൈൻ ദിനാർ 162.25, ഖത്തർ റിയാൽ 16.77, കുവൈറ്റ് ദിനാർ 215.76, ഒമാൻ റിയാൽ 159.16. ഖത്തറിൽ കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥികൾ തനിയെ തിരിച്ചെത്തിയതായി രക്ഷകർത്താക്കൾ അറിയിച്ചു. വീട്ടുകാരോട് പറയാതെ കുട്ടികൾ ടൂർ പോയതാണ് എന്നും രക്ഷകർത്താക്കളിൽ ഒരാളായ കമലേഷ് ഗുപ്ത പ്രതികരിച്ചു. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു MES സ്കൂൾ വിദ്യാർത്ഥികളായ സൗരഭ് ഗുപ്തയും അരുൺ ജോസും സ്കൂളിൽ നിന്ന് കാണാതായത്. ഒരാഴ്ചയായി പോലീസും ബന്ധുക്കളും കുട്ടികളെ അന്വേഷിച്ചു വരികയായിരുന്നു. ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവെന്ന് പറയാറുണ്ട്. കരയിലും കടലിലും ആകാശത്തും ഉപരോധം നേരിടുന്ന ഗസയിൽ കടുത്ത ഇന്ധനക്ഷാമമാണ്. ഈ പ്രതികൂല കാലാവസ്ഥയാണ് ഹൈഡ്രജനിൽ നിന്ന് വൈദ്യുതിയും പാചകവാതകവും ഉണ്ടാക്കുന്ന കണ്ടുപിടുത്തത്തിലേക്ക് കൗമാരക്കാരനായ സയീദിനെ നയിച്ചത്. വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വാതകം കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശ്രമത്തിലായിരുന്നു സായിദ് ഇതുവരെ. X0 വാട്ടർ എന്ന പേരിൽ ഒരു ഉപകരണവും കണ്ടുപിടിച്ചു ഇതിനുവേണ്ടി.
ഈ ഉപകരണത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ ഈ 18-കാരൻ കണ്ടെത്തിയത്. പേര് X0 വാട്ടർ വോൾട്ട്. 2008 ഇസ്രായേൽ ഗസ ആക്രമിച്ചപ്പോഴുണ്ടായ ഇന്ധനക്ഷാമമാണ് സായിദിനെ ഈ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. സ്കൂളിലെ ലബോറട്ടറിയായിരുന്നു പരീക്ഷണവേദി. സായിദിന് മാത്രം അറിയാവുന്ന ചില രാസവസ്തുക്കൾ വെള്ളത്തിൽ ചേർത്താണ് മതിയായ അളവിൽ ഹൈഡ്രജൻ വാതകം വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ നിർമ്മാണത്തിൽ 99% വെള്ളവും 1% രാസവസ്തുവുമാണ് ഉപയോഗിക്കുന്നത്. സൗരോർജ്ജത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള മറ്റൊരു പരീക്ഷണത്തിലാണിപ്പോൾ സായിദ്. بدأت البحث عن معلومات وحتى وجدت أنه هنالك مشكلة في قطاع غزة الطهي فبدأت على كيفية استغلال هذا غاز الهيدروجين لطبقه حتى نسد هذا الثغرة في الحصار. ഇപ്പോൾ സ്വന്തം വീട്ടിലെ ഇന്ധനക്ഷാമത്തിന് പരിഹാരമായതിന്റെ സന്തോഷത്തിലാണ് സായിദ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സെപ്റ്റംബർ 21-ന് കെനിയയിലെ വെസ്റ്റ്ഗേറ്റ് മാളിൽ അതിക്രമിച്ചു കയറി നിരവധി പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ അക്രമികളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അക്രമികൾ മാളിനുള്ളിലൂടെ വെടിയുതിർത്ത് നീങ്ങുന്ന ദൃശ്യം വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് പുറത്തുവിട്ടത്. 4 ദിവസം മാൾ ഉപരോധിച്ച അക്രമികളുടെ വെടിയേറ്റ് 60 ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. വെടിയുതിർത്തതിന് ശേഷം അക്രമികൾ പ്രാർത്ഥന നടത്തുന്നതും വീഡിയോയിലുണ്ട്. രക്ഷിതാക്കൾക്ക് ഉപകാരപ്രദമായ ഒരു എക്സിബിഷൻ കഴിഞ്ഞ ദിവസം ചൈനയിൽ നടന്നു. കുട്ടികൾക്ക് അപകടകാരികളാവുന്ന വസ്തുക്കളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. കൂടാതെ രക്ഷിതാക്കൾക്ക് നിരവധി നിർദ്ദേശങ്ങളും എക്സിബിഷന്റെ ഭാഗമായി നൽകി. കുഞ്ഞുകുട്ടികളുടെ കളികൾക്കിടയിൽ അവർ ഉപയോഗിക്കുന്ന ചെറിയ വസ്തുക്കൾ പോലും അവർക്ക് വലിയ അപകടങ്ങൾ വരുത്തിയേക്കും. ചെറിയ കളിക്കോപ്പുകൾ, നിലക്കടല തുടങ്ങി ഇത്തരത്തിലുള്ള നിരവധി സാധനങ്ങൾ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ്. ഇത്തരം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ചൈനയിലെ പ്രശസ്തമായ കുട്ടികളുടെ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ നടന്നത്. കുട്ടികൾക്ക് അപകടമുണ്ടാക്കുന്ന ഇത്തരം ചില വസ്തുക്കളുടെ പ്രദർശനമായിരുന്നു എക്സിബിഷനിൽ. തങ്ങളുടെ ആശുപത്രിയിൽ എത്തുന്ന മിക്ക കേസുകളും കുട്ടികളുടെ കളികൾക്കിടയിൽ സംഭവിക്കുന്ന അപകടങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണെന്നും അതുകൊണ്ടാണ് ഇത്തരമൊരു എക്സിബിഷൻ സംഘടിപ്പിച്ചതെന്നും ഡോക്ടർ ലിയൻ പറഞ്ഞു. കുട്ടികളെ പരിപാലിക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട അടിയന്തര കാര്യങ്ങളെക്കുറിച്ചും ആശുപത്രി അധികൃതർ രക്ഷിതാക്കൾക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.